ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു. ജയരാജന്റെ നടപടിക്കെതിരെ പാർട്ടിയിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകം പ്രതികരിച്ചിട്ടുണ്ടെന്നായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മറുപടി. തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിവാദം ചർച്ച ചെയ്യുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. EPക്കെതിരെ നടപടിയുണ്ടായേക്കുമെന്ന സൂചനയാണ് CPIM കേന്ദ്രങ്ങൾ നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസന ഇതിന്റെ മുന്നോടിയാണെന്നും വിലയിരുത്തലുണ്ട്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. എന്നെ കാണാമെന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയത്. ഞാനവിടെ പോലും വളരെ കുറവാണ്. ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് ഒരാൾ മകനോട് ചോദിച്ചു. അച്ഛൻ എവിടെയുണ്ട്? ഫ്ലാറ്റിൽ നിന്ന് മകൻ്റെ ജന്മദിനാണ്, പിന്നെ ഇവിടെ ഉണ്ടെന്ന്. ഒരു 10 മിനിറ്റ് കാണുമ്പോൾ കാണാം രണ്ടാളിങ്ങനെ കയറി വരും. അപ്പം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ജാവദേക്കർ അല്ലേ. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. നിർണായക വോട്ടെടുപ്പ് ദിനത്തിൽ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്ന EP ജയരാജന്റെ തുറന്നുപറച്ചിൽ അത്ര നിഷ്കളങ്കമല്ലെന്നാണ് CPIM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചതിന് സമാനമായാണ് ഇതിനെയും പാർട്ടി കാണുന്നത്. ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ അതൃപ്തി മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. വാക്കുകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിമർശനങ്ങൾക്കപ്പുറം നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തന്നെ റദ്ദാക്കുന്ന നീക്കത്തിൽ ഘടകകക്ഷികളും വിയോജിപ്പ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മറ്റന്നാൾ ചേരും. EP ജയരാജന്റെ പ്രതികരണവും സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റുമോ അതോ EP സ്വയം ഒഴിയുമോ എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതിനുള്ള ഉത്തരം അടുത്തയാഴ്ചയോടെ AKG സെന്ററിൽ നിന്നുണ്ടാകും. ഇതിനിടെ EP ജയരാജനെ തള്ളി പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക് രംഗത്തെത്തി. നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും സംസ്ഥാന നേതൃത്വം മറുപടി നൽകിയിട്ടുണ്ടെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. They have answered there is nothing more to add. But if is a senior most CC member, that's why we are again They have answered there is nothing more to add. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമോ എന്ന ആശങ്കയും CPIMനുണ്ട്. അതേസമയം സംഭവത്തിൽ പാർട്ടിക്ക് നേരിട്ട് വിശദീകരണം നൽകാനാണ് EP ജയരാജന്റെ തീരുമാനം. 2023 മാർച്ച് 5-നായിരുന്നു EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. 10 മിനിറ്റ് നീണ്ടുനിന്നതായിരുന്നു കൂടിക്കാഴ്ച. 24 തിരുവനന്തപുരം. കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രിയെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പ്രതിപക്ഷം. EP ജയരാജൻ മുഖ്യമന്ത്രിയുടെ ദൂതനാണെന്ന് VD സതീശൻ വിമർശിച്ചു. BJP CPIM അന്തർധാര വ്യക്തമാക്കുന്നതാണ് കൂടിക്കാഴ്ചയെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതേസമയം വിവാദം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CPM ന്യായീകരിക്കുന്നു. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടിക്കാഴ്ചയിൽ നടന്നത് കൃത്യമായ ഡീലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ ഡീൽ എന്തെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് CPMന്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു. മര്യാദയ്ക്ക് അവർ പറയണത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അതാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഡീലായിരുന്നു. പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. കണ്ടാൽ എന്താ കുഴപ്പമെന്ന്. ജാവദേക്കറിനെ എന്തിന് കണ്ടു എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് KPCC അധ്യക്ഷനും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അറിയാതെ EP ജയരാജൻ ഒന്നും ചെയ്യില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ പരിഹാസവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന ന്യായീകരണമാണ് CPIMനുള്ളത്. മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞെന്ന് മന്ത്രി MB രാജേഷ്.
കോൺഗ്രസും BJPയും തമ്മിലാണ് അന്തർധാരയെന്നും തെരഞ്ഞെടുപ്പിന് തലേന്ന് നടത്തിയ പാഴ്ശ്രമമാണ് ആരോപണമെന്നും MV ജയരാജൻ പറഞ്ഞു. കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കോൺഗ്രസിൽ നേതൃനിരയിലുള്ളവർ കൂട്ടത്തോടെ BJPയിൽ പോകുന്നത്. അപ്പോൾ ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് KPCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം. മന്ത്രിയും ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുമായ K രാധാകൃഷ്ണനും ന്യായീകരിച്ചു. നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മൾ ചിലപ്പം മിണ്ടേണ്ടി വരും, വർത്തമാനം പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് ബോധ്യപ്പെടുള്ളൂ. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ മറുപടി ഇങ്ങനെ: ഡൽഹിയിലെത്തിയത് പറഞ്ഞു, ഡൽഹിയിലെ ഹോട്ടലിൽ ചായ കുടിച്ചത് പറഞ്ഞു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, ഇവിടെ നിന്ന് ഭീഷണി കോളുകൾ വരികയും തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹവും കൈപ്പിടിച്ച ആൾ വളരെ മോശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനെയും വിൽക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കിയതുകൊണ്ടും ഒരുപക്ഷെ അതെല്ലാം അതിൽ ഘടകമായിട്ടുണ്ടാകാം. കൂടുതൽ UDF LDF നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന പ്രകാശ് ജാവദേക്കറിന്റെ ആരോപണം കൂടി എത്തുന്നതോടെ സമീപ ദിവസങ്ങളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം ഇതുതന്നെയാകുമെന്ന് ഉറപ്പ്. 24 തിരുവനന്തപുരം. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. മുന്നണികളുടെ മനക്കണക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിൽ കനത്ത ഇടിവ്. അവസാന കണക്ക് പുറത്തു വരുമ്പോൾ 71.16% പോളിംഗ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കി. പോളിംഗ് ശതമാനത്തിലെ ഇടിവിൽ ആശങ്കയുള്ളപ്പോഴും ആത്മവിശ്വാസം കൈവിടാൻ മുന്നണികൾ ഒരുക്കമല്ല. 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ 5% കുറവ് വോട്ടുകളാണ് ഇത്തവണ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. പോസ്റ്റൽ വോട്ടും വീട്ടിലെ വോട്ടും കൂട്ടുമ്പോൾ പരമാവധി 72% വരെ എത്തും. 2019 77.84% ആകെ പോളിംഗ്. 40 ദിവസം നീണ്ട വാശിയേറിയ പ്രചാരണം, ദേശീയ നേതാക്കളും മന്ത്രിമാരും അടക്കം മത്സരിച്ച തെരഞ്ഞെടുപ്പ് റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമെന്ന് മുന്നണികൾ പ്രതീക്ഷിച്ചെടുത്താണ് പോളിംഗിൽ ഇടിവുണ്ടായത്. കടുത്ത പോരാട്ടം നടന്ന വടകരയിലാണ് കൂടുതൽ പോളിംഗ് 78%. പത്തനംതിട്ടയിലാണ് കുറവ് 63%. ആവേശപ്രചാരണം കഴിഞ്ഞ തവണത്തെ പോളിംഗിന്റെ അടുത്തെത്താത്തത് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ ഇഴകീറി പരിശോധിക്കുകയാണ്. 2020 UDF അവകാശപ്പെടുന്നതെങ്കിലും 16 സീറ്റ് കയ്യിൽ വരുമെന്ന് നേതൃത്വം ഉറപ്പു പറയുന്നു. 7 സീറ്റ് ഉറപ്പിച്ച് പറഞ്ഞിരുന്ന LDF വോട്ടെടുപ്പ് കഴിയുമ്പോൾ മുന്നേറ്റം 10 സീറ്റുകളിലേക്ക് ഉയർത്തുന്നു. പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചില്ലെന്നും ഇടതുമുന്നണി കരുതുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പോലും 7% കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്ന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു. വോട്ടെടുപ്പിനിടെ അപ്രതീക്ഷിത ഷോക്കായി മാറിയ EP ജയരാജന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടെ കാര്യമായി ഏഷ്യയില്ലെന്നും CPM വിലയിരുത്തുന്നു. 2 അക്കം പറഞ്ഞു തുടങ്ങിയ BJP ആകട്ടെ വോട്ട് പെട്ടിയിലായ ശേഷം തൃശൂരിൽ മാത്രം മനക്കോട്ട കെട്ടുകയാണ്. എന്നാൽ NDAയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പോളിംഗ് ശതമാന കണക്കുകളിലെ മുന്നണി പ്രതീക്ഷകൾ സമീപകാലത്തായി കാര്യമായി തെറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിൽ മാത്രമല്ല ആശങ്കയിലും മുന്നണികൾ ഏറെക്കുറെ തുല്യരാണ്. 24 തിരുവനന്തപുരം. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ കൂട്ടലും കിഴിക്കലുമായി മുന്നണി നേതൃത്വങ്ങൾ. വിജയസാധ്യതയെ ബാധിക്കില്ലെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കുന്നുണ്ട്. മുന്നണികളുടെ ബൂത്ത് തിരിച്ചുള്ള വിലയിരുത്തലുകളും തുടങ്ങി. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഫലത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമാകുമെന്ന പ്രവചനങ്ങൾ സമീപകാലത്തായി തെറ്റുകയാണ്. ഇതാണ് മുന്നണികളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. ന്യൂനപക്ഷ ഏകീകരണമുണ്ടായെന്നും ഇത് ഗുണകരമായെന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി ലഭിച്ചുവെന്നും മുന്നണി വിലയിരുത്തുന്നു. പോളിംഗ് ശതമാനം ഉയരാത്തത് സംസ്ഥാന സർക്കാരിനെതിരായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നതിൻ്റെ തെളിവായി ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ കൊണ്ട്
ആളുകൾ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നുവെന്ന മന്ത്രി എം ബി രാജേഷ്. കഴിഞ്ഞ തവണ UDFന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ നിരാശരായി പോളിംഗ് ബൂത്തിലെത്തിയില്ല. അതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന സമീപനമാണ്. കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന നിരാശയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് നേരിയ ആശങ്ക UDFനുണ്ടാക്കുന്നുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടുമ്പോഴെല്ലാം നേട്ടം UDFനായിരുന്നു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് UDFന് ദോഷം ചെയ്യില്ലെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിലെ കാര്യം 20-ൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. പണിയും പയറ്റിയാലും 18 അടവും പയറ്റിയിട്ടും അവർക്ക് ഒരു സീറ്റും ജയിക്കാൻ കിട്ടാൻ പോകുന്നില്ല. CPMനും കിട്ടില്ല, BJPക്കും കിട്ടില്ല. 20-ൽ 20 സീറ്റും UDF ജയിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വൈകിയതിൽ സമഗ്രാന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഡബിൾ വോട്ടിംഗ് വരുന്നത്, ഈ മരിച്ചവരുടെ പേര് നീക്കം ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ദയനീയമായ പരാജയമായി കേരളത്തിൽ. തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഉണ്ടെന്നാണ് BJPയുടെ വിലയിരുത്തൽ. എന്നാൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ നടത്തിയ ചില പ്രസ്താവനകൾ UDFന് ഗുണം ചെയ്തുവെന്നും BJP വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. വടകരയിൽ പോളിംഗ് വൈകിയതിനെ ചൊല്ലി വിവാദം. UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവം വോട്ടെടുപ്പ് വൈകിപ്പിച്ചെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു. വോട്ടെടുപ്പ് മന്ദഗതിയിലായത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും അവരെ കുറ്റം പറയാനാകില്ലെന്നും KK ശൈലജയും പ്രതികരിച്ചു. സർവ്വമേഖലയും ഇളക്കിമറിച്ചുള്ള പ്രചാരണം വോട്ടർമാർ ഏറ്റെടുത്തു എന്ന സംശയമാണ് വടകരയിൽ മുന്നണികൾക്കുള്ളത്. പ്രചാരണ പരിപാടികളിലെ ജനപിന്തുണ വോട്ടായാൽ പോളിംഗ് ശതമാനം 85% മുകളിൽ കടക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറയുകയാണ് ചെയ്തത്. വോട്ടെടുപ്പ് മനഃപൂർവ്വം വൈകിപ്പിച്ച് പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ശ്രമം നടന്നുവെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. UDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. വോട്ടെടുപ്പിലെ മന്ദതയിൽ ഉദ്യോഗസ്ഥരെ കുറ്റം പറയാനാകില്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ചിലയിടങ്ങളിൽ മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത്. അത് ചിലപ്പോൾ അവർ പരാജയപ്പെടുമോ എന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല. പോളിംഗ് വൈകിയതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് UDFന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബൂത്തുകൾ സന്ദർശിക്കാൻ രാവിലെ മുതൽ പോകുമ്പോൾ തന്നെ ഇത് രാത്രി വളരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തോന്നിയിരുന്നു. LDFന്റെ വടകര ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് വോട്ടെടുപ്പിന് മുമ്പും ശേഷമുള്ള സാഹചര്യം വിലയിരുത്തി. UDFന്റെ വടകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഉടൻ ചേരും. 24 കോഴിക്കോട്. ഇന്ത്യ സഖ്യത്തിനെതിരെ വിമർശനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷത്തിന് 1 വർഷം 1 പ്രധാനമന്ത്രി എന്ന ഫോർമുലയാണെന്നും ഭരിക്കാൻ അവസരം കിട്ടിയാൽ 5 വർഷം 5 പ്രധാനമന്ത്രിമാർ ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി പരിഹസിച്ചു. कर्नाटका और तमिलनाडु में कांग्रेस और NDA अलायंस के लोग क्या भाषण कर रहे हैं? दक्षिण भारत को तोड़कर अलग देश बनाने की मांग कर रहे हैं. आप मुझे बताइए, अहद पेशावर तहत तंजावर, हिंद भी स्वराज्य, ये घोषणा जिस धरती पर हुई, छत्रपति शिवाजी महाराज की धरती, क्या कभी भी कांग्रेस के ऐसे एजेंडे को स्वीकार करेगी? क्या इन्हें जवाब मिलना चाहिए. അമേഠി, റായ്ബറേലി സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ തുടരുകയാണ്. വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കും. വിശദീകരണം കിട്ടിയപ്പോൾ ഒപ്പിട്ടു. ഭൂപതിവ് നിയമ ഭേദഗതി അടക്കം പരിഗണനയിലുണ്ടായിരുന്ന 5 ബില്ലുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു. സർക്കാരിൽ നിന്ന് കൂടുതൽ വിശദീകരണം ലഭിച്ചതിനാലാണ് നടപടി. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബില്ലുകളിൽ ഒപ്പിട്ടിരുന്നുവെന്ന് ഗവർണർ വ്യക്തമാക്കി. സർക്കാർ ഗവർണർ അന്തർധാരയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ദീർഘകാലമായി പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ഗവർണർ ബില്ലുകളിൽ ഒപ്പിട്ടിരുന്നില്ല. മതിയായ വിശദീകരണം നൽകിയിട്ടും ബില്ലിന് അംഗീകാരം നൽകാത്തത് കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ബില്ലുകൾക്ക് ഗവർണർ അംഗീകാരം നൽകി. ഭൂപതിവ് ഭേദഗതിക്ക് പിന്നാലെ നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ഡയറി വെൽഫെയർ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നിവയിലാണ് ഒപ്പിട്ടത്. പല പരാതികളും ലഭിച്ചിരുന്നുവെന്നും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സമയമെടുത്തതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. I signed few days back, but you came to know about it today after the polling. It is nothing to do with the court. We had received so many petitions against all these things. So we had to send to the government and seek their comments. Comments came and then other people also came with their petitions, those who were in favor. So taking overall view, it takes little time. എന്നാൽ ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത് സർക്കാർ ഗവർണർ അന്തർധാരി എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഗവൺമെന്റ് പ്രതിരോധത്തിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ രംഗപ്രവേശം ചെയ്യാനുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ട സമാധാന കാലമുണ്ട്. അപ്പം ഇങ്ങനെ ബില്ല് ഒപ്പിട്ട് കൊടുക്കും. ഇവിടെ നിന്ന് മധുരപലഹാരം അങ്ങോട്ട് പോകും, അവിടെ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് വരും. ഇവർ തമ്മിലെ ഏർപ്പാടല്ലേ, ഒരുമിച്ചുള്ള ഏർപ്പാടല്ലേ. ഭൂപതിവ് നിയമത്തിലെ വ്യവസ്ഥകൾ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ പ്രതിസന്ധിക്കിടയാക്കിയിരുന്നു. നിയമത്തിലെ വ്യവസ്ഥകൾ മാറ്റുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്നതാണ് നിയമ ഭേദഗതി. 24 തിരുവനന്തപുരം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അമേഠി റായ്ബറേലി സീറ്റുകൾ ചർച്ച ചെയ്യില്ല. ഇരുമണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞോ? ഈ റായ്ബറേലി അമേഠി കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു തീരുമാനം എടുക്കട്ടെ, ഇന്ന് അത് ചർച്ച ചെയ്യേണ്ട എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയെന്നാണല്ലോ ഒടുവിൽ വരുന്ന വിവരങ്ങൾ. മറ്റെന്തൊക്കെ വിശദാംശങ്ങൾ ലഭ്യമാണ് ഈ ഘട്ടത്തിൽ? വിജുമാർ, നിലവിലിപ്പോഴും കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പുരോഗമിക്കുന്നുണ്ട്. AICC ആസ്ഥാനം നടക്കുന്ന യോഗത്തിൽ പഞ്ചാബിലെ ശേഷിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനമെടുക്കും. അതേസമയം തന്നെ അമേഠി റായ്ബറേലി സീറ്റുകളെ സംബന്ധിച്ചൊരു പ്രത്യേക ചർച്ച ഇന്ന് ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ ചുമതലയുള്ള AICC നേതൃത്വവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും കൂടാതെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളുമായി നേരത്തെ തന്നെ അമേഠി റായ്ബറേലി സീറ്റുകളിൽ ചർച്ച നടന്നിരുന്നു. ഇതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ നേതൃത്വം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേഠി റായ്ബറേലി തുടങ്ങിയ ഈ സീറ്റുകളിൽ ഒരുപക്ഷേ പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ കൂടി തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഒരു പ്രത്യേക ചർച്ച ഉണ്ടാകില്ല. നമുക്കറിയാം 5ാം ഘട്ടത്തിൽ മെയ് 20-നാണ് അമേഠി റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. ഒരാഴ്ചക്കകം തന്നെ ഏതാണ്ട് 6 ദിവസത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകും. ഒരുപക്ഷേ നാളെയോ മറ്റന്നാളോ ഇത് പ്രതീക്ഷിക്കാം. നമുക്കറിയാം അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം നേതൃത്വം ഭാഗത്ത് തന്നെ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശ് ഘടകം. കൂടാതെ റായ്ബറേലിയിലും സമാനമായി തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് തന്നെയാണ് ഉയർന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നേതൃത്വം ഇപ്പോഴും സമ്മർദ്ദം ശക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന ആവശ്യം തന്നെയാണ് ഉയർത്തുന്നത്. കാരണം അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ തിരിച്ചടി ഉണ്ടാകും. കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട ഘട്ടത്തിൽ ഇത്തവണ ആ മണ്ഡലത്തിൽ നിന്നും ഒളിച്ചോടുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുമെന്നൊരു കാര്യമാണ് ഇപ്പോൾ നേതൃത്വത്തിന് മുമ്പാകെ തന്നെ സംസ്ഥാന ഘടകങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെയാണ് ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുന്നത്. അതോടൊപ്പം ചില ഫോർമുല മുന്നോട്ട് വെച്ചിരിക്കുന്നത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും അമേഠിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കട്ടെ എന്ന ചില ഫോർമുലയും ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇരു മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനം സ്വീകരിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോടുകൂടി തന്നെ ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഈ രണ്ടുപേരും, അതായത് രാഹുലും പ്രിയങ്കയും അവിടെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു സസ്പെൻസ് നിലനിർത്തുന്നത് എന്തിനായിരിക്കും കോൺഗ്രസ്? മറ്റെന്തെങ്കിലും സമാന്തര നീക്കങ്ങൾ നടത്താൻ വേണ്ടിയാകുമോ ഈ തീരുമാനം? ഇന്നിപ്പോൾ പഞ്ചാബ് അടക്കമുള്ള ശേഷിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുണ്ട്. നേരത്തെ നിതിൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അമേഠിയിലും റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് സമയമാകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ തീരുമാനം ഇങ്ങനെ വൈകിപ്പിക്കുന്നത്?
വിജയകുമാർ, കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. ആ ഒരു മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്രയും വൈകി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്നൊരു ചോദ്യം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിലെ ചില നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അതൃപ്തിയും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഭാഗത്തിന്റെ ചില നേതാക്കൾ മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ ഇതിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനം സ്വീകരിക്കട്ടെ എന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ ഉത്തർപ്രദേശ് PCCയുടെ സമ്മർദ്ദം ശക്തമായി തന്നെ ഇരു നേതാക്കളുടെയും പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനിടയിൽ റോബർട്ട് വാദ്രെ അമേഠിയിൽ മത്സരം താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. അതൊരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം തലവേദനയായിരുന്നു. പക്ഷേ അപ്പോഴും AIC നേതൃത്വം സ്വീകരിച്ചത് രാഹുൽ ഗാന്ധിയുടെ പേര് എന്ന നിലയിൽ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇരു നേതാക്കളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ തീരുമാനം സ്വീകരിക്കട്ടെ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകും. വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇതിൽ തീരുമാനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വൈകൽ എന്നൊരു വിശദീകരണമാണ് ഇതിൽ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് നേരത്തെ KC വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു അധികം വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് വിശദമായ ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതിൽ നിലപാട് സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. യെസ്, കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടരുകയാണ്. അമേഠി റായ്ബറേലി സീറ്റുകൾ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകില്ല. ഈ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നതിൽ അവർ തന്നെ തീരുമാനമെടുക്കും എന്നാണ് AICC നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇവിടെ പ്രഖ്യാപനം 1-2 ദിവസത്തിനകം ഉണ്ടാകും. പഞ്ചാബ് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിലെ ശേഷിക്കുന്ന സീറ്റുകൾ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. പത്മജ വേണുഗോപാലിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉടൻ BJPയിൽ ചേരുമെന്ന പരാമർശത്തിന് മറുപടിയായാണ് വെല്ലുവിളി. K കരുണാകരനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പരാമർശത്തെ വിമർശിച്ച് K മുരളീധരനും രംഗത്തെത്തി. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പിന് ശേഷം BJPയിലേക്ക് എത്തുമെന്നും അക്കൂട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടാകുമെന്ന പത്മജ വേണുഗോപാലിന്റെ പ്രതികരണമാണ് രാജ്മോഹനെ ചൊടിപ്പിച്ചത്. പത്മജ വേണുഗോപാലിനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക്. ഇതിനിടെ K കരുണാകരനെതിരെ രാജ്മോഹൻ നടത്തിയ പരാമർശം അതിരുകടന്നു. നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാന്നല്ല പറഞ്ഞോളൂ. ഞാൻ കരുണാകരൻ്റെ മകനല്ലല്ലോ. ആണോ? ഞാൻ അച്ഛനെ പറയാന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലത്ത് ഒരു കൃഷിക്കാരൻ്റെ മകനാണ്. ഞാൻ K കരുണാകരൻ്റെ മകനല്ല. ആണോ? K കരുണാകരൻ്റെ വീട്ടിൽ നടന്ന 73 തൊട്ടുള്ള ചരിത്രങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം. K കരുണാകരൻ ഇന്നും സൂര്യതേജസ്സോടെ നിൽക്കുന്ന വ്യക്തിത്വമെന്നും അത് നോക്കി കുരച്ചിട്ട് കാര്യമില്ലെന്നും K മുരളീധരന്റെ തിരിച്ചടി. പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ. ഏതായാലും K കരുണാകരന്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയും. അദ്ദേഹം ഉദിച്ചു വരുന്ന ഇന്ന് മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചേരുന്ന സൂര്യനുമില്ല. അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ല. K കരുണാകരനെതിരായ പരാമർശത്തിൽ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് രാജ്മോഹൻ ഉണ്ണിത്താനോട് അതൃപ്തിയുണ്ട്. 24 തൃശൂർ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ചുട്ടുപഴുത്ത കാലം. പൊള്ളുന്ന ചൂടിൽ ഉരുകിയൊലിക്കുകയാണ് കേരളം. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ താപനില ഉയർന്നേക്കും. ഇതടക്കം 12 ജില്ലകളിൽ മെയ് 1 വരെ ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകി. പാലക്കാട് ജില്ലയിൽ ഇന്നും റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയത്. 41.8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ ചൂട്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. ഈ സാഹചര്യത്തിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. ഉഷ്ണതരംഗം ആരോഗ്യത്തെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാനും സാധ്യതയുണ്ട്.
മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. നാട്ടിലിറങ്ങിയ കടുവാക്കൂട്ടം. ഒരിടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ വീണ്ടും കടുവകളുടെ ആക്രമണം. കേരള കർണാടക അതിർത്തിയായ പുൽപ്പള്ളി കൊളവള്ളിയിൽ പശുക്കളെ ആക്രമിച്ചു കൊന്നു. കളപ്പുരയ്ക്കൽ ജോസഫിന്റെ പശുക്കളെയാണ് കൊന്നത്. പാലക്കാട് വടക്കാഞ്ചേരിയിൽ ജോലിക്ക് പോകുന്നതിനിടെ പന്നിയുടെ കുത്തേറ്റ് വീട്ടമ്മയ്ക്കും പരിക്കേറ്റു. കടുവ ആക്രമണം ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ കൊളവള്ളി കന്നാരമ്പുഴയോരത്തെ പറമ്പിൽ ജോസഫ് മേയാൻ വിട്ടിരിക്കുകയായിരുന്നു 1.5 വയസ്സ് പ്രായമുള്ള 2 പശുക്കളെ. ഇവയെ വെള്ളം കുടിക്കാനായി പുഴയിലേക്ക് ഇറക്കി. ഇതിനിടയിലാണ് കടുവ ആക്രമിക്കുന്നത്. ജോസഫ് ബഹളം വെച്ചതോടെ അടുത്ത പശുക്കിടാവിനെ കടുവ പിടികൂടി. പിന്നീട് വലിച്ചിഴച്ച് പുഴ കടക്കാനായിരുന്നു ശ്രമം. ബഹളം വെച്ചതോടെ പശുവിനെ ഉപേക്ഷിച്ച് പുഴ കടന്ന് അക്കരെയുള്ള കർണാടക വനത്തിലേക്ക് കയറിപ്പോയി കടുവ. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ക്യാമറകൾ സ്ഥാപിച്ച് ഈ കടുവയെ നമ്മുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് കയറുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ കൂടുകൾ വെച്ച് പിടിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നഷ്ടപരിഹാരം ഉറപ്പു നൽകി. 3 ക്യാമറകൾ വെച്ച് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. കഴിഞ്ഞ ജനുവരിയിൽ കൊളവള്ളി കബനി നദിക്കരയിലും കടുവയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ ചത്തിരുന്നു. സീതാമൗണ്ടിലെ കൃഷിയിടത്തിലും ഏതാനും നാളുകൾക്ക് മുമ്പ് കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. അതേസമയം പാലക്കാട് വടക്കാഞ്ചേരിയിൽ ജോലിക്ക് പോകുന്നതിനിടെ കാട്ടുപന്നിയുടെ കുത്തേറ്റ് കണക്കന്തുരുത്തി ചക്കുണ്ട് ഉഷയ്ക്ക് പരിക്കേറ്റു. രാവിലെ 6:45 ആക്രമണം. 24 വയനാട് പാലക്കാട്. മൂന്നാറിനെയും വിറപ്പിക്കുകയാണ് കടുവക്കൂട്ടം. കന്നിമല എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് 3 കടുവകൾ എന്നിറങ്ങിയത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ പകർത്തിയ ദൃശ്യമാണിത്. നിരനിരയായി പോകുന്ന 3 കടുവകളെ കണ്ട തൊഴിലാളികളുടെ ഭയം വിട്ടുമാറിയിട്ടില്ല. ഒരാഴ്ച മുമ്പ് ലോവർ ഡിവിഷനിലെ ശശികുമാറിന്റെ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. കടുവകൾ സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. என்னோட மாடை லைன்ஸ் பக்கத்தில் உள்ள தொழுவில் வந்து புலி விரட்டி கொண்டு போய் கீழே போய் கொஞ்சம் ஒரு 100 மீட்டர் தள்ளி கொண்டு போய் அடிச்சிருச்சு. எங்களுக்கு அந்த மாடை வச்சு தான் வாழ்வாதாரம். കന്നിമലയിൽ ഇന്നലെ വനം വകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തിയെങ്കിലും കടുവകളെ കണ്ടെത്താനായില്ല. അമ്മയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കടുവാക്കൂട്ടമാണ് ഇറങ്ങിയതെന്ന് വനം വകുപ്പ് പറയുന്നു. തലയാർ എസ്റ്റേറ്റിലും കടുവയുടെ ആക്രമണം രൂക്ഷമാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 6 പശുക്കളെ ഇവിടെ കടുവ കൊന്നു. നയമക്കാടും സ്ഥിതി സമാനമാണ്. 24 ഇടുക്കി. അതിരപ്പള്ളിയിൽ വനം വകുപ്പിന്റെ ജംഗിൾ സഫാരി സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. 6 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കാട്ടാന പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ദേശാടന പക്ഷികളെ അടക്കം ക്രൂരമായി വേട്ടയാടി ചുട്ടുതിന്നുന്ന സംഘത്തിലെ 3 പേർ പിടിയിൽ. കോഴിക്കോട് പന്നിക്കോട് വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. പ്രാവ്, കൊക്ക്, അരണ്ട എന്നിവയ്ക്കൊപ്പം ദേശാടന പക്ഷികളെയും വേട്ടയാടുന്ന സംഘമാണ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠൻ, രാജേഷ്, രവി എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പ്രതികളെ വനം വകുപ്പിന് കൈമാറി. പിടികൂടുന്ന പക്ഷികളുടെ കണ്ണിൽ കമ്പി കുത്തിക്കയറ്റി കാഴ്ച നഷ്ടപ്പെടുത്തി അവയെ വയലിൽ കെട്ടിയിടും. ഈ പക്ഷികളെ കണ്ടുവരുന്ന മറ്റു പക്ഷികളെ കൂട്ടത്തോടെ വലയിലാക്കുകയാണ് പതിവ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരക്കുറ്റി വയലിൽ നിന്നാണ് സംഘം പിടിയിലായത്. ആദ്യം ഒരു പ്രാവിനെ പിടിച്ചിട്ട് അതിന്റെ കണ്ണിൽ കൂടെ സൂചി നൂലും കോർത്തിട്ട് ആ പ്രാവിന്റെ കണ്ണിന്റെ കാഴ്ച ഇല്ലാതാക്കും. എന്നിട്ട് ആ പ്രാവിന്റെ കാലയിൽ കയറ് കെട്ടിയിട്ട് ഒരു പാടത്ത് വയലിൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് വെച്ചിട്ട് അതിന്റെ ചുറ്റും നെറ്റ് വിരിക്കും. അപ്പൊ ഈ പ്രാവ് ഈ കെണി വെച്ചിരിക്കുന്ന പ്രാവ് തട്ടി കളിക്കുമ്പോൾ
ബാക്കിയുള്ള പ്രാവുകൾ വരും. അപ്പോൾ ഇവർ ദൂരെ നിന്ന് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നെറ്റ് വലിക്കുമ്പോൾ ഈ ബാക്കിയുള്ള പ്രാവുകളെല്ലാം നെറ്റിന്റെ ഉള്ളിൽ കുടുങ്ങും. എന്നിട്ട് ആ പ്രാവിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് സാധാരണ നടക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളെയും ഇവർ വേട്ടയാടിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിശദമായി പരിശോധിച്ച് വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കേസെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. 24 കോഴിക്കോട്. വാർത്താ സമ്മേളനത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ BJP നേതാവ് ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. തെളിവ് നൽകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. CMRL ഉടമ ശശിധരൻ കർത്ത സുഹൃത്താണെന്ന തെറ്റായ ആരോപണവും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. തന്റെ കമ്പനിയെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിന് പിന്നിലെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞു. നിയമ നടപടികൾ തീർച്ചയായും, കാരണം ആദ്യം അവിടെ പറഞ്ഞപ്പോൾ ഞാനത് ഒരു വികാരത്തിൻ്റെ പേരിൽ എന്തോ പറഞ്ഞതായിരിക്കും. കാരണം ഞാൻ ഒരാളെ പറഞ്ഞയച്ച് എന്നാണ് അവർ പറയുന്നത്. ഈ ആളെ പേര് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പറയാൻ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല. അങ്ങനെ സംഭവം നടന്നില്ല എന്നാണ് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ആളെ അയച്ചിട്ടില്ല, അവരുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പിന്നെ അവരാളെ പറ്റി പറയാനാ അങ്ങനെ ആ രീതി. അപ്പം ഞാൻ വിചാരിച്ചു ഏതോ വികാരത്തിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇന്ന് അവൾ എൻ്റെ കുടുംബത്തിനെ ബാധിക്കുന്നവർ, എൻ്റെ ഇന്ന് 10-15,000 ജോലി ചെയ്യുന്ന ആളുകളെ അവരുടെ കുടുംബത്തിനെ ബാധിക്കുന്ന രീതിയിലാണ് 24-ാം തീയതി കാലത്ത് അവൾ സംസാരിച്ചത്. തീർച്ചയായും ഇതിൻ്റെ പേരിൽ നിയമ നടപടികളെടുക്കും. എൻ്റെ അഭിമാന പ്രശ്നമാണ് ഇത്. തീർച്ചയായും എൻ്റെ കൂടെ ജോലി എടുക്കുന്ന 15,000 പേർ മാത്രം 1 കോടിയോളം കസ്റ്റമേഴ്സിന് അവർക്കൊക്കെ എൻ്റെ പേരിൽ തോന്നുന്ന ഒരു വിവേചനം അതിന് ഇല്ലാതാക്കാൻ വേണ്ടി തീർച്ചയായും ഇവളെ കണ്ട് ഇതിന് കേസെടുത്ത് സുപ്രീം കോർട്ടിലെ എന്ത് കോർട്ട് വരെ ഞാൻ പോകാൻ തയ്യാറാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. വയനാട്ടിൽ 3 കള്ളവോട്ട് ആരോപണം ഉയർന്നത്. പാലാ കടനാട് പഞ്ചായത്തിലെ ബൂത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് മെഷീനിൽ കാണിച്ചുവെന്ന പരാതിയുമുണ്ട്. ബത്തേരി ചീരക്കാത്തോട്ടം വീട്ടിൽ അൽഫോൺസ് അജിത്ത് വോട്ട് ചെയ്യാൻ മാത്രമാണ് തിരുവനന്തപുരത്ത് നിന്നെത്തിയത്. ബത്തേരി ടെക്നിക്കൽ സ്കൂളിലെ ബൂത്തിൽ 5 മണിയോടെ എത്തി. നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ മറ്റാരോ വോട്ട് രേഖപ്പെടുത്തിയതായി ബോധ്യപ്പെട്ടു. നടന്നത് കള്ളവോട്ടെന്ന് പരാതി നൽകിയതായും അൽഫോൺസ. ഞാൻ ഇതുവരെ ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടില്ല. ഇത് ഞാൻ 4ാമത്തെ തവണയാണ് വോട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ടെൻഡേഡ് വോട്ട് ചെയ്തു, അത് കഴിഞ്ഞു, ഇതെങ്ങനെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് ഞാൻ അന്വേഷിച്ചു, പരാതി കൊടുത്തു. എൻ്റെ വോട്ട് എൻ്റെ റൈറ്റാണ്, എനിക്കത് എന്തായാലും വേണം. അപ്പം ഞാൻ പരാതി കൊടുത്തു. ബാക്കി നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ തീരുമാനിക്കുന്നത്. അമ്പലവയലിലും കൽപ്പറ്റയിലും കള്ളവോട്ട് പരാതികളുണ്ട്. പാലാ കടനാട് പഞ്ചായത്തിലെ 25-ാം നമ്പർ ബൂത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് മെഷീനിൽ കണ്ടത് വിവാദമായി. 715 പേർ വോട്ട് ചെയ്ത ബൂത്തിൽ മെഷീനിൽ കണ്ടത് 719 പേരുടെ വോട്ട്. സംഭവത്തിൽ LDFും UDFും പരാതി നൽകി. പരാതി ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. 24 വയനാട് കോട്ടയം. നോക്കാം കായിക വാർത്തകൾ. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് 6ാം തോൽവി. ആവേശകരമായ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് 10 റൺസിന് പൊരുതിത്തോറ്റു. 258 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസ് 9 വിക്കറ്റിന് 247 അവസാനിച്ചു. 63 റൺസ് എടുത്ത തിലക് വർമ്മ മുംബൈക്കായി പൊരുതി നോക്കി. ജേക്ക് ഫ്രേസർ മക്കർക്കിന്റെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് ഡൽഹി 4 വിക്കറ്റിന് 257 എത്തിയത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം ആശ ശോഭന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നാളെ ബംഗ്ലാദേശിനെതിരായ 2020 മത്സരത്തിൽ പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്നാണ് ആശയുടെ പ്രതീക്ഷ. എന്തെങ്കിലും നേടണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാകാൻ ഈ ലോകം മുഴുവൻ കൂടെയുണ്ടാകും. പൗലോ കൊയ്ലോയുടെ വാക്കുകൾ. കേരള ടീമിലെത്തി വിജയങ്ങൾ കൊയ്ത ആശ. സ്വപ്നം കണ്ട പോലെ ഇന്ത്യൻ ടീമിൽ എത്താനെടുത്തത് 20 വർഷങ്ങൾ. പരാജയത്തിന്റെ കൂടി രുചിയറിഞ്ഞാണ് ആശ വിജയ വഴിയിലെത്തിയത്. ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് അതേ ഹാർഡ് വർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകുന്നതെന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ട്രഗിൾ.
അപ്പോൾ ആ സ്ട്രഗിൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാൽ ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. വനിതാ പ്രീമിയർ ലീഗിൽ മുൻവിധികളെ തിരുത്തി കുറിച്ചുകൊണ്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നേടിയ ഉജ്ജ്വല വിജയം. അന്ന് നിർണായകമായത് ആശയുടെ 5 വിക്കറ്റ് നേട്ടം. പതിമൂന്നാം വയസ്സിൽ കേരള ടീമിൽ, 16-ാം വയസ്സിൽ ക്യാപ്റ്റൻ, 33-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിൽ. പ്രതിസന്ധികളെയും പരിഹാസത്തെയും പുറംകാല് കൊണ്ട് ചവിട്ടി ആശയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് കുടുംബത്തിന്റെ പിന്തുണ. നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് യഥാർത്ഥം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല. എൻ്റെ മകനറിയാം, അവർക്കറിയാം എന്നുള്ളതല്ലാതെ നമ്മളവർക്ക് പോകേണ്ട യാത്രാക്കൂലി കൊടുക്കും. ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്കിത് ഇവരെ എങ്ങനെ ഇതുപോലെ വലിയ തലങ്ങളിൽ വരുമെന്നോ യാതൊരു പ്രതീക്ഷയില്ല. അവളെ ആഗ്രഹമാണിത്. അവൾക്ക് കുഞ്ഞിലേ കളിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ മകനും കൂടെ സപ്പോർട്ട് നിന്ന് ഇങ്ങനെ എല്ലാവരുടെ കൂടെ അവിടെ കളിക്കാനൊക്കെ പോകും. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെ. ഇപ്പോഴും വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും നാടിനെ തൊട്ടറിയുന്നുണ്ട് ആശ. ഈ 20 ഇയേഴ്സ് ആണെങ്കിലും ആശ ഓൾമോസ്റ്റ് സെയിം ഇതേപോലെ ആശ എങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നോ ഇപ്പോഴും അതേ രീതിക്ക് തന്നെയാണ് ആശ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയെന്നേ ഉള്ളൂ. അല്ലാതെ പെർഫോമൻസ് വൈസും ആശയുടെ എഫേർട്ട് വൈസും ഇത്രയും വർഷം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന പെൺകുട്ടികളോട് പറയാൻ ഉപദേശങ്ങളില്ല, ഒരനുഭവം മാത്രം. ഹാർഡ് വർക്ക് ചെയ്യുക, പേഷ്യൻസ് വെക്കുക, അതാണ് ഞാൻ ഫോളോ ചെയ്തത്. സക്സസ് എന്ന് പറയുന്നത് ചിലവർക്ക് പെട്ടെന്ന് കിട്ടും, ചിലവർക്ക് കുറച്ച് ലേറ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ടൈം വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ബിപിൻ വേളിക്കൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.